ആലുവയിൽ അമ്മയുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായ കുട്ടി മരിച്ചു. ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടിരുന്നില്ല. എസ് ശരൺ ചേരുന്ന വിവരങ്ങളുമായി. ശരൺ, എങ്ങനെയാണ് അന്ത്യം സംഭവിച്ചത്? ഡോക്ടർമാർ പറയുന്നത് എന്താ? ഗോപികൃഷ്ണൻ, സംസ്ഥാനത്തെമ്പാടുമുള്ള പ്രാർത്ഥനകൾ വിപുലമാക്കിക്കൊണ്ടാണ് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. 9:30 കൂടിയായിരുന്നു കുട്ടിയുടെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, മെനഞ്ഞാന്നാണ് കുട്ടിയെ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ശസ്ത്രക്രിയയിലൂടെ തലച്ചോറിന്റെ പല ഭാഗങ്ങളിലും രക്തം കട്ട പിടിച്ചിരുന്നത് മാറ്റാൻ സാധിച്ചിരുന്നെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. ഏതായാലും ഇത് തന്നെ ഇക്കാര്യം തന്നെ മെഡിക്കൽ സംഘം ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് ആദ്യം രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ഇക്കാര്യം പരിശോധിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാവുകയും ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും 3 ഡോക്ടർമാരെ ഉൾപ്പെടുത്തി ഒരു വിദഗ്ധ സംഘത്തെ, ഒരു മെഡിക്കൽ സംഘത്തെ തന്നെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. മെഡിക്കൽ സംഘം ഇന്നലെ എത്തി കുട്ടിയെ പരിശോധിച്ച ശേഷം വ്യക്തമാക്കിയത് ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ള കാര്യമായിരുന്നു. ഏതായാലും അതിനുശേഷം മണിക്കൂറുകൾ പിന്നിട്ടുമ്പോഴാണ് ഇപ്പോൾ ദുഃഖകരമായ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതായത് ആലുവയിൽ സ്വന്തം അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടി, 3 വയസ്സുകാരൻ മരിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സമീപകാലത്ത് തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിന്റെ കുട്ടി 10 ദിവസം വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി മല്ലിട്ട ശേഷം മരിച്ച കാര്യവും നമുക്ക് അറിയാമായിരുന്നു. അത്തരത്തിൽ ഇത് ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും കുട്ടിയെ മെനഞ്ഞാന്ന് രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നത് കുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള കാര്യമാണ്. അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്നും ഡോക്ടർമാർ പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കുട്ടിയുടെ തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുന്നതാണ്. അതായത് ശസ്ത്രക്രിയയിലൂടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനാകാത്തത് തന്നെയാണ് വലിയ വെല്ലുവിളിയായി മാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അത്ഭുതത്തിന് സാധ്യതയില്ല എന്നുള്ളത് ഡോക്ടർമാർ പറയുകയും ചെയ്തിരുന്നത്. ഏതായാലും 9:30 കൂടിയായിരുന്നു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. ശരൺ, തുടരുക. ഇപ്പോൾ ജോബ് സക്കറിയ, യൂണിസെഫ് സൗത്ത് ഇന്ത്യ ഹെഡ്, ഇപ്പോൾ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ ജോബ് സക്കറിയ, കഴിഞ്ഞ പ്രാവശ്യം തൊടുപുഴ കുട്ടിയുടെ സമയത്തും നമ്മൾ സംസാരിച്ചിരുന്നു. നിയമങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു. കണ്ടു നിൽക്കുക അല്ലാതെ വേറെ വഴിയുമില്ല. ജോബ് സക്കറിയ, ഹലോ, താങ്കൾ കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഇത് ഇപ്പോൾ അല്പം മുമ്പ് ശ്രീമതി ടീച്ചർ സംസാരിച്ചപ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടി ഇത്തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അറിയുകയാണെങ്കിൽ അത് അധികാരികളെ അറിയിക്കുക, കർശനമായ സംവിധാനങ്ങളുണ്ട്, അതിനുള്ള രീതികളുണ്ട്, നിയമങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നിട്ടും നമ്മുടെ കൺമുമ്പിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊരു പോംവഴി എന്ത് എന്ന് ചോദിക്കുന്ന അർത്ഥമില്ല. എന്നിരുന്നാൽ തന്നെയും പൊതുജനങ്ങളോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഏകദേശം ഇപ്പോൾ ICDS സർവേ അനുസരിച്ച് തന്നെ ഏകദേശം 12 ലക്ഷം കുടുംബങ്ങളില് കുട്ടികൾ സേഫ് അല്ല എന്നാണ് ആ സർവേ പറയുന്നത്. അതായത് നമ്മൾ അത്തരം കുടുംബത്തില് 2 കുട്ടികൾ ഉണ്ടെങ്കിൽ ഏകദേശം കേരളത്തിലെ 24 ലക്ഷം കുട്ടികൾ സുരക്ഷിതരല്ല. കാരണം അവര് ജീവിക്കുന്ന ജീവിതസ്ഥിതി, ഒന്നില്ലെങ്കിൽ അവരുടെ പാരന്റ്സ് മദ്യപരായിരിക്കാം, അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായ ആരോഗ്യം ഇല്ലാത്തവരായിരിക്കാം. അപ്പൊ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്ത വീടുകളിൽ 12 ലക്ഷം വീടുകളിലാണ് ഏകദേശം 24 ലക്ഷം കുട്ടികളുള്ളത്. അപ്പോ ഇത്തരം വീടുകളിലെ ഓൾറെഡി നമുക്കറിയാം ഇത്തരം 24 ലക്ഷം കുട്ടികൾ സുരക്ഷിതരല്ലെന്ന് നമുക്കറിയാം. പക്ഷെ ആ കുട്ടികളെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മുടെ സംവിധാനത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നൊരു സംവിധാനമുണ്ട്. എല്ലാ ജില്ലകളിലും ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്. അപ്പൊ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇത്തരം ഈ 12 ലക്ഷം വീടുകളിലുള്ള കുട്ടികൾ അത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ കുട്ടികൾ ശരിയായിട്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് സുരക്ഷിതമാക്കേണ്ട കടമ CWCക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു സംവിധാനമുണ്ട്, ഈ വില്ലേജ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി. അങ്ങനെ ഒരു കമ്മിറ്റി നമ്മുടെ സംസ്ഥാനത്ത് ആക്റ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനം നമുക്ക് വളരെ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ കമ്മിറ്റി ഇത്തരം വീടുകളിൽ പോയിട്ട് ഏകദേശം സന്ദർശിച്ച് ഈ കുട്ടികൾ സേഫ് ആണോ എന്ന് അവർ ഉറപ്പാക്കും. അങ്ങനെ സേഫ് അല്ലെങ്കിൽ ആ കുട്ടികളെ അവിടുന്ന് നിർബന്ധമായിട്ടും അവിടുന്ന് മൂവ് ചെയ്തിട്ട് വേറൊരു സ്ട്രക്ചറിൽ, അതൊരു ഫോസ്റ്റർ ഹോം ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിൽ ആ കുട്ടിയെ സംരക്ഷിക്കപ്പെടും. കാരണം കുട്ടികള് ഒരു കുടുംബത്തിന്റെ മാത്രം സ്വത്തല്ല, ഒരു രാജ്യത്തിന്റെ തന്നെ സ്വത്താണ്.
അപ്പൊ കുട്ടികൾക്കുള്ള അതിക്രമം ഒരു വിധത്തിലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ശ്രീ ജോബ് സക്കറിയ, എനിക്ക് വ്യക്തമായി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ ആണെങ്കിൽ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്നാണെങ്കിലും താങ്കൾ പറഞ്ഞ പോലുള്ള ഒരു സംഘം അവരുടെ വീടുകൾ പരിശോധിക്കുകയും ആ കുട്ടിക്ക് സുരക്ഷിതമാണെന്ന് തോന്നിയാൽ മാത്രം അവരെ അച്ഛനും അമ്മയും കൂടെ ഏൽപ്പിക്കുക എന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് ആ ഒരു ബോധം തീരെ ഇല്ല എന്നുണ്ടോ? അതായത് ഈ കുട്ടികൾ എവിടെ വളരുന്നു എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ല എന്ന തോന്നൽ നമുക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്കില്ലെന്ന് തോന്നുന്നുണ്ടോ? പൊതുവെ കുട്ടികളുടെ സംരക്ഷണത്തിനെ പറ്റിയിട്ട് നമുക്കുള്ള അറിവ് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് വളരെ ഉത്തമമായ ഒരു ഉദാഹരണം നമ്മുടെ ഈ മോട്ടോർ സൈക്കിളുകളിൽ ചെറിയ കുട്ടികളെ ഫ്രണ്ടിലും ഇന്ത്യൻ ഡ്രൈവറിലും അമ്മയുടെ മടിയിലും വെച്ച് പോകുന്ന ഒരു സ്ഥിതിയാണ് ഒരു രാജ്യത്തും സംഭവിക്കാത്തൊരു കാര്യമാണ്. അതുപോലെ ചൈൽഡ് സീറ്റ്, കാറിൽ ചൈൽഡ് സീറ്റ് എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലെ വിദേശ രാജ്യങ്ങളില് ചൈൽഡ് സീറ്റ് ഇല്ലാതെ ആ കുട്ടിയെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാനില്ല. അത് അവർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും കുട്ടികളുടെ സംരക്ഷണത്തിന് ഈ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റിയെ പറ്റിയിട്ടുള്ള നോളജ് അതിന്റെ അവയർനെസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതേപോലെ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം വിദേശ രാജ്യങ്ങളിലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 3-4 പേരുള്ള ഒരു കമ്മിറ്റിയാണ് ഒരു ജില്ലയിൽ. അപ്പൊ അതിന് ഇതേപോലെ സംരക്ഷണം ഉറപ്പാക്കണമെങ്കിൽ ഒരുപക്ഷെ അതിലും വലിയ ഒരു സംവിധാനം ICD സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെയും WCD ഡിപ്പാർട്ട്മെന്റിനൊക്കെ കീഴിലുള്ള ഒരു വലിയൊരു സംവിധാനം ഇങ്ങനെ ഈ 12 ലക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 ലക്ഷം താങ്കൾ പറഞ്ഞ രീതിയാണെങ്കിൽ നമുക്കൊരു മാനസികമായ വലിയ മാറ്റമാണ് വേണ്ടത്. അതായത് 12 ലക്ഷത്തോളം കുട്ടികൾ സുരക്ഷിതമല്ല എന്ന് ബോധ്യമുണ്ടായിട്ടും അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. മറ്റു വികസിത രാജ്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യുന്നുമുണ്ട് അല്ലേ സക്കറിയ? ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ മോട്ടോർ സൈക്കിളിൽ ഞാൻ എപ്പോഴും കാണുന്നത് ഞാൻ കണ്ണടയ്ക്കാണെന്നാണ് പറയുന്നത്. ഈ മോട്ടോർ സൈക്കിളിൽ ഈ 2 വയസ്സുള്ള കുട്ടിയെ ഫ്രണ്ടിലിരുത്തുന്നു, 6 മാസം പ്രായമുള്ള കുട്ടിയെ അമ്മയുടെ മടിയിലിരുത്തി പോകുന്നു. ഒരു ചെറിയൊരു ആക്സിഡന്റ് മതിയാൽ 2 കുട്ടികളും തെറിച്ചു പോകും. ഇതേവരെ ഞാൻ വളരെ റെയർ ആയിട്ടാണ് ഒരു ചൈൽഡ് സീറ്റുള്ള ഒരു കാറ് കാണുന്നത്. അങ്ങനെ ഒരു സംഭവം തന്നെ നമ്മുടെ ഇല്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് എനിക്ക് തോന്നുന്നത് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കുട്ടികളോടുള്ള കൺസേൺ ഇല്ലാത്തത് കൊണ്ടല്ല. ഇതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ നോളജ് ഇത് വളരെ കുറവാണ്. അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ആവശ്യമാണ്. ഇപ്പൊ ഇത്തരം കേസുകൾ ഇപ്പൊ അടുത്തിടെ നമ്മൾ കണ്ട ഒരുപാട് കേസുകൾ, ഇപ്പൊ തൊടുപുഴയാണെങ്കിലും ഇതാണെങ്കിലും അതിന് മുമ്പത്തെ കേസൊക്കെ ആണെങ്കിലും ഇപ്പൊ ഇതിൽ തന്നെ അമ്മ നൽകിയ മൊഴി കുസൃതി കാട്ടിയതിന് കുട്ടിയെ അടിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഇവർക്കൊക്കെ വല്ല മാനസിക പ്രശ്നമുണ്ടോ? അത് മാനസിക പ്രശ്നമല്ല, മാനസിക ആരോഗ്യം കുറഞ്ഞ ഒരുപാട് വീടുകളുണ്ട്. അപ്പൊ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ആയിട്ടുള്ള കാര്യമില്ല. അപ്പൊ മാനസിക മെന്റൽ ഹെൽത്ത് ഇല്ലാത്ത പാരന്റ്സ് ഒരുപാടുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഏറ്റവും ഈ വൾണറബിൾ ഫാമിലികൾ, മാനസികാരോഗ്യം ഇല്ലാത്ത പാരന്റ്സ്, അല്ലെങ്കിൽ മദ്യവും ഡ്രഗ്സും കഴിക്കുന്ന ഫാമിലീസ്, അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു നേരത്തിന് പോലും ഭക്ഷണം ഇല്ലാത്ത വീടുകൾ, ഇതെല്ലാം വൾണറബിൾ സിറ്റുവേഷൻ ആണ്. അപ്പൊ വൾണറബിൾ സിറ്റുവേഷനിലുള്ള കുട്ടികൾക്ക് അവർ തീരെ സുരക്ഷിതരല്ല. താങ്കളൊന്ന് തുടർന്ന് തുടങ്ങി. ഇപ്പോൾ തെരുവോരൻ മുരുകൻ കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നു. മുരുകൻ, ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഈ വാർത്തയും നമ്മൾ കേൾക്കുന്നത്. ഒന്നിന് പിന്നാലെ ഒന്ന് കേൾക്കുമ്പോൾ അതിനെന്ത് പരിഹാരം എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ ജോബ് സക്കറിയ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി എവിടെ ജീവിക്കുന്നുവെന്ന് നമ്മൾ അന്വേഷിക്കുന്നേയില്ല. മറ്റ് വികസിത രാജ്യങ്ങളാണെങ്കിൽ ആ കുട്ടിക്ക് സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണ് എങ്കിൽ അവിടെ അവരെ സുരക്ഷിതമാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ അത്തരത്തിൽ ചിന്തിക്കുന്നേയില്ല മുരുകൻ. അല്ലേ, യഥാർത്ഥത്തില് അക്ഷരാർത്ഥത്തിൽ ഇന്ന് രാവിലെ ഈ ന്യൂസ് ഇപ്പോൾ കേൾക്കുന്നതോടുകൂടി ഞങ്ങളൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം സ്വന്തം മാതാവ് തന്നെ കുഞ്ഞിനെ തല്ലിക്കൊല്ലുന്നു. ഇതിനു മുമ്പുണ്ടായ ഒരു സംഭവമാണ്. രണ്ടാനച്ഛൻ അമ്മയുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു പക്കാ ക്രിമിനലിന്റെ കൂടെ പോയി അങ്ങനെ ആ അമ്മ ആ കുഞ്ഞിനെയും കുഞ്ഞിന് കൊടുത്തു. ഈ തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല ഇതിന് വേണ്ടത്. ഇതിന് അടിയന്തരമായി മറ്റു തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുരുകൻ ഒന്ന് തിരിച്ചു വരാം. ഇപ്പോൾ ഡോക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ആ കുട്ടിയുടെ കാര്യങ്ങളെ കുറിച്ച്. മരണകാരണം നമ്മൾ ഇന്നലെ വിശദമായിട്ട് മെഡിക്കൽ ബോർഡ് കാണുകയും ആദ്യം മുതൽ നിങ്ങളോട് പറയുകയും ചെയ്തിരുന്നതാണ്. തലച്ചോറിനുണ്ടായ ആഘാതമാണ് അതിൽ ഏറ്റവും പ്രധാനം. 2 കാരണങ്ങൾ. ഒന്ന്, തലച്ചോറിലുണ്ടായിരുന്ന ആഘാതം എന്ന് പറയുമ്പോൾ നീർക്കെട്ടും രക്തസ്രാവവും. അപ്പോൾ രക്തസ്രാവം നമ്മൾ സർജറിയിലൂടെ നീക്കം ചെയ്തു. പക്ഷേ ആ ഒരു ആദ്യമേ ഉണ്ടായിരുന്ന ആഘാതവും രക്തോട്ടം ഇല്ലായ്മയും
തുടർന്ന് അങ്ങോട്ട് മോശമാവുകയും നമ്മുടെ സർജറി കഴിഞ്ഞിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഇമ്പ്രൂവ് ചെയ്യാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ 24 മണിക്കൂറായിട്ട്. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും രക്തസമ്മർദ്ദം താഴ്ന്നു പോവുകയും നമ്മൾ കൊടുക്കുന്ന മരുന്നിനോട് തീരെ പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അതെ, പോലീസ് കുട്ടി മരിക്കുന്നതിന് മുമ്പേ തന്നെ കൊച്ചിൻ്റെ ഫാദറിനെ കൊണ്ടുവന്ന് ICUവിൽ കൊണ്ടുവന്ന് കാണിക്കുകയും തുടർന്ന് അവരുടെ പ്രസൻസിൽ തന്നെ നടപടികൾ പുരോഗമിക്കുകയാണ്. ഓൾറെഡി ഇൻക്വസ്റ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ്, CI ഉൾപ്പെടെ എല്ലാവരും കുട്ടിയെ അവസാന സ്റ്റേജുകളിൽ ICUവിൽ കാണുകയും ചെയ്തു. നിയമ നടപടികളെക്കുറിച്ച് നമ്മുടെ ലീഗൽ എക്സ്പേർട്ട് സംസാരിക്കും. ഇപ്പോൾ കുട്ടിയുടെ ദേഹം പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് ഇപ്പോൾ ഉടനെ തുടങ്ങുമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹെൽത്ത് സെക്രട്ടറി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഇൻഫോംഡ് ആണ്. വീണിട്ടുണ്ടായ മുറിവ് തന്നെയാണോ ഇത്, അല്ലെങ്കിൽ ആ മർദ്ദനത്തിൽ കൊണ്ടുണ്ടായതാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ട്? ബ്ലണ്ട് ഫോഴ്സ് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. രണ്ടിനും സാധ്യതയുണ്ട്. അത് പറയണത് പോസ്റ്റ്മോർട്ടം ചെയ്ത് പിന്നെ ഡെഫിനറ്റ് കോസ് അവർക്കേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം ക്ലിനിക്കൽ ടീമിന് ബ്ലണ്ട് ഫോഴ്സ് തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യമേ ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അതായത് ഒറ്റ തവണ ഉണ്ടാകുന്ന ഒരു ആഘാതം, ഇപ്പോൾ വീഴ്ച എന്ന് പറഞ്ഞാൽ ഒറ്റ തവണ ഉണ്ടാകുന്ന ഒരു ആഘാതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേഹത്ത് പല സ്ഥലങ്ങളിലായിട്ട് പല തരത്തിലുള്ള, നമ്മൾ പറഞ്ഞില്ലേ, മുറിവുകളും ചതവുകളും ഉണ്ട്, പൊള്ളലുണ്ട്. ഇതൊന്നും ഒരു വീഴ്ചയിൽ നിന്ന് ഉണ്ടാവുന്ന അല്ലാന്ന് സംശയം തോന്നിയതുകൊണ്ടാണ് നമ്മളെ അറിയിച്ചത്. സാർ, അപ്പോൾ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ മർദ്ദനം ഏറ്റത് എന്ന് പറയുന്നത് തലയ്ക്കാണ്. അപ്പം അത് മാത്രമാണ് മരണത്തിന് കാരണമായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞല്ലേ, ഇതിൽ ഈ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കാൻ, ഞാനൊരു കുട്ടികളുടെ ഡോക്ടറാണ്, ഒരു പിതാവാണ്. അപ്പോൾ കൊച്ചിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട സംശയം തോന്നുന്ന രീതിയിലുള്ള എല്ലാ ക്ലാരിഫിക്കേഷൻസും നമ്മൾ ഓഫീസേഴ്സിനോട് പറയും. അവർക്കതിൽ അങ്ങനെയല്ല, ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തുകൊണ്ടാണല്ലോ ഇത്രയും ഒരു കേസ് മുമ്പോട്ട് പോയത്. അപ്പോൾ ആ രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു നമ്മളിനി അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ. ബാക്കി നിങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന റിപ്ലൈ അവർ പ്രിപ്പയർ ചെയ്ത് തരട്ടെ. എന്തായാലും ഇത്രയും സമയം ഈ ഒരു 3 ദിവസം ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാവർക്കും, ഡോക്ടേഴ്സ്, പല വിഭാഗത്തിലുള്ള ആൾക്കാർക്കും, ചൈൽഡ് ഹെൽപ്പ് ലൈൻ ആൾക്കാർക്കും, അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള സപ്പോർട്ടും, മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന, കോട്ടയത്ത് നിന്ന് വന്ന ഡോക്ടർമാർക്കും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. രക്ഷിക്കാൻ പറ്റാത്തതിൽ ദുഃഖം ഞങ്ങൾക്കുമുണ്ട്. ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞങ്ങൾ ചെയ്തു. താങ്ക് യു. വേണ്ടി പ്രാർത്ഥിച്ച കേരളത്തിലെ എല്ലാവരോടും താങ്ക് യു. നന്ദി രേഖപ്പെടുത്തുന്നു. കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുരുകൻ ഇപ്പോഴും ടെലിഫോൺ ലൈനിലുണ്ടെന്ന് കരുതുന്നു. മുരുകൻ, ഇപ്പോൾ അവർ പറഞ്ഞത് കേട്ടില്ലേ, ഡോക്ടർമാർ പറഞ്ഞ അത് വീണതാണ് എന്നാണ് ആദ്യം മൊഴിയിൽ അമ്മ പറഞ്ഞിരുന്നത്. പക്ഷേ വീണിരിക്കാം, പക്ഷേ അത് നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല. പക്ഷേ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്, പൊള്ളിയ പാടുകളുണ്ട്. അതായത് തുടർച്ചയായി ആ കുട്ടി പല സമയത്തും ഇതേമാതിരി ദ്രോഹിക്കപ്പെട്ടിരുന്നു. മുരുകൻ, ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. എന്താന്ന് പറഞ്ഞാല്, ഇത് നിരന്തരം വാർത്തകൾ വരുന്നു. കുട്ടീനെ അമ്മ മർദ്ദിക്കുന്നു, രണ്ടാനച്ഛന് മർദ്ദിക്കുന്നു, കുട്ടി മരണപ്പെടുന്നു അപകട നിലയില്. ഈ യഥാർത്ഥത്തില് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ ആരോഗ്യ വകുപ്പിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും മന്ത്രി തന്നെയാണ്. അപ്പൊ പിന്നെ മന്ത്രി വളരെ സംയോജിതമായ, വളരെ നല്ല പദ്ധതികളും വളരെ സംയോജിതമായ നല്ല ഇടപെടലുകളും അവർ നടത്തുന്നുണ്ട്. കുട്ടികളുടെ കാര്യത്തിലായാലും വൃദ്ധരുടെ കാര്യത്തിലായാലും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, സമീപകാലത്തായി ഈ ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാർ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി സംസ്ഥാന സർക്കാരിന് അപേക്ഷ കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് സർക്കാരിനോട് വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാല്, ഇത്തരം കമ്മീഷനുകളിലും, ബാലാവകാശ കമ്മീഷനായാലും അതുപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആണെങ്കിലും, ഇത്തരം കമ്മിറ്റികളിൽ വരുന്ന പരാതികൾ യഥാർത്ഥത്തിൽ ചില സമയങ്ങളിൽ ചില പരാതികൾ വേണ്ട ഗൗരവത്തിൽ എടുക്കാതെ വരുന്ന ഒരു അവസ്ഥ കുറച്ച് നാളുകളായിട്ട്, അതിപ്പോ ഈ സർക്കാരായാലും കഴിഞ്ഞ സർക്കാരാണെങ്കിലും ചില സമയങ്ങളിൽ അങ്ങനെ കാണാൻ ഇടയാകുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താന്ന് ചോദിച്ചാല്, ഇത്തരം കമ്മീഷനുകൾ വരുന്ന ആളുകൾ അവർ ഹലോ മുരുകൻ കേൾക്കാം, പറഞ്ഞോളൂ. ഇത്തരം കമ്മീഷനിലെ ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു കാരണവശാലും ഏതെങ്കിലും അനാഥാലയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളോ ഏതെങ്കിലും ഇതുപോലുള്ള സമാനമായ രീതി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഒരു കാരണവശാലും ഇത്തരം കമ്മീഷനുകളിൽ നിങ്ങൾ സ്ഥാനം കൊടുക്കരുത്, അവർക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുക, അവരെ ഈ കമ്മീഷനിൽ നിങ്ങൾ കൊണ്ടുവരരുത്. അത് ബാലാവകാശ കമ്മീഷനാണെങ്കിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലാണെങ്കിലും. കാരണം എന്തെന്ന് പറഞ്ഞാല്, ഇത്തരം സ്ഥാപനങ്ങൾ കേരളത്തിലെ ഒരുവിധപ്പെട്ട
വീടുകളാണെങ്കിലും മതങ്ങളാണെങ്കിലും സഭകളാണെങ്കിലും എല്ലാ രീതിയിലും എല്ലാവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന കേസുകളോ മറ്റോ ഒക്കെ റെഫർ ചെയ്ത് വരുമ്പോൾ ഇവർക്ക് വേണ്ട രീതിയിൽ ആ കാര്യങ്ങൾ നടപടിയെടുക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായിരിക്കുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഇത് ദയവായി ഇതിന്റെ ഉദ്യോഗസ്ഥരും ഇതിന്റെ ആളുകളും ഇത് കാണുന്നുണ്ടെങ്കിൽ, ഈ ന്യൂസ് 18 വാർത്ത കാണുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ പോലുള്ള ആളുകൾ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി കുട്ടികൾക്ക് വേണ്ടി നിരന്തരം പോരാടുന്ന ആളുകളാണ് ഞങ്ങൾ നിങ്ങളോട് ബെഗ് ചെയ്യുകയാണ്. ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇനിയൊരു കുഞ്ഞിന്റെ ജീവൻ കേരളത്തിന് നഷ്ടപ്പെടാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അത്രയും വേദനിക്കുകയാണ്. യെസ്, തെരുവോര മുരുകനാണ് ഈ ഘട്ടത്തിൽ സംസാരിച്ചത്. ഇപ്പോൾ ശരൺ ചേരുന്നു ആശുപത്രിക്ക് മുന്നിൽ നിന്നും. ശരൺ, ഇപ്പോൾ ഡോക്ടർമാർ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ആലുവയിൽ അമ്മയുടെ മർദ്ദനമേറ്റ് 3 വയസ്സുകാരൻ മരണപ്പെട്ടു. ശസ്ത്രക്രിയ തലയ്ക്കായിരുന്നു മർദ്ദനമേറ്റിരുന്നത്. അതായിരുന്നു പ്രധാനമായും മരണകാരണം. അത് മർദ്ദനമേറ്റതാണോ കുട്ടി വീണതുകൊണ്ടുണ്ടായതാണോ എന്നുള്ളത് അത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. പക്ഷേ ആ കുട്ടിക്ക് തലയ്ക്ക് മാത്രമല്ല വിവിധയിടങ്ങളിൽ മർദ്ദനമേറ്റിരുന്നു, വിവിധയിടങ്ങളിൽ ആ കുട്ടിയെ വേദനിപ്പിച്ചിരുന്നു എന്നുള്ളത് ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഒരൊറ്റ വീഴ്ചയിൽ സംഭവിച്ച അപകടം മാത്രമല്ല, തുടർച്ചയായി തന്നെ പൊള്ളിച്ച പാടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുട്ടി തുടർച്ചയായി തന്നെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ഇനി മരണകാരണമായത് തലക്കേറ്റ ആഘാതമാണ്. ആ ആഘാതത്തിൽ ഒരു പ്രാവശ്യം ശസ്ത്രക്രിയ നടത്തി. ആ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതേ തുടർന്നായിരുന്നു ഇന്ന് രാവിലെ കുട്ടിയുടെ പിതാവിനെ ആശുപത്രിയിൽ എത്തിച്ചു. വെന്റിലേറ്ററിൻ്റെ സഹായത്താലായിരുന്നു കുട്ടി ജീവിച്ചിരുന്നത്. ആ വെന്റിലേറ്റർ മാറ്റുകയും അതിനുശേഷമുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കും. ആ നടപടിയിൽ മാത്രമേ തലക്കേറ്റ ആഘാതം നിലത്ത് വീണുണ്ടായതാണോ അതോ അമ്മ മർദ്ദിച്ചുണ്ടായതാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തത ഉണ്ടാവുള്ളൂ. ഏതായാലും ആ കുട്ടി ആ വീടിനുള്ളിൽ വലിയ തോതിൽ പീഡനം അനുഭവിച്ചിരുന്നു എന്നുള്ളത് ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന പാടുകളും മർദ്ദനമേറ്റ പാടുകളും. ആലുവയിലെ കുഞ്ഞിൻ്റെ മരണം സങ്കടകരമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ചികിത്സാ സഹായവും ഉറപ്പാക്കിയിരുന്നു. മാതാപിതാക്കൾ കുഞ്ഞിനോട് ചെയ്തത് അപരാധമാണ്. പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതീവ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണിത്. ആ കുഞ്ഞിനെ അതിഗുരുതരമായ പരിക്കാണ് ഏറ്റിരുന്നത് എന്നാണ് ആദ്യം തന്നെ അറിയാൻ കഴിഞ്ഞത്. ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അറിഞ്ഞ് ബന്ധപ്പെട്ടത് മുതൽ നിരന്തരമായി അവിടെ ഏറ്റവും നല്ല ചികിത്സ നൽകിക്കൊണ്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. മറ്റെവിടേക്കെങ്കിലും മാറ്റണമോ എന്ന് ആലോചിച്ചപ്പോൾ കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും എല്ലാം ഏറ്റെടുക്കാൻ സാമൂഹ്യനീതി വകുപ്പും തയ്യാറായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വീൽചെയറിൽ ഉൾപ്പെടുത്തി കുട്ടിക്ക് ഏതറ്റം വരെ ചികിത്സ വേണമെങ്കിലും കൊടുക്കാൻ ഗവൺമെന്റ് സന്നദ്ധമായിരുന്നു. ഇതിലെ നമ്മൾ കാണേണ്ടത് ഗുരുതരമായ ശിക്ഷ ഈ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ശരൺ ചേരുന്നു. ശരൺ, ആശുപത്രിക്ക് മുന്നിൽ നിന്നും ഡോക്ടർമാർ ഏകദേശം കാര്യങ്ങൾ വിശദീകരിച്ചു. തലക്കേറ്റ പരിക്കാണ് മരണകാരണമായിട്ടുള്ളത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ആശുപത്രിക്ക് മുന്നിൽ നിന്ന് അറിയാവുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, പ്രധാനമായും ഡോക്ടർമാർ വ്യക്തമാക്കിയത് 9:05 കൂടിയായിരുന്നു കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കാനായത്. ഏതായാലും കുട്ടിക്ക് വിദഗ്ധമായ ചികിത്സ തന്നെ നൽകി, എന്നാൽ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഡോക്ടർമാർ പങ്കുവച്ചത്. നമുക്കറിയാം, മെനഞ്ഞാന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിക്കുന്നത്. അതിനുശേഷം ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയയിലൂടെ തന്നെ കുട്ടിയുടെ മസ്തിഷ്കത്തിൽ, അതായത് കുട്ടിയുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം നേരത്തെ നിശ്ചലമായിരുന്നു. അതിനുശേഷം ശസ്ത്രക്രിയ നടത്തിയതിലൂടെ തന്നെ തലച്ചോറിൽ പല ഇടങ്ങളിലും ഉണ്ടായിരുന്ന രക്തോട്ടം നിലച്ചിരുന്നത് മാറ്റാൻ സാധിച്ചിരുന്നെങ്കിലും പിന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഡോക്ടർമാർ പങ്കുവച്ചത്. ഏതായാലും വിദഗ്ധമായ ചികിത്സ തന്നെ നൽകാൻ സാധിച്ചുവെന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇനിയുള്ള ഇൻജസ്റ്റ് നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഉടൻ തന്നെ ഇൻജസ്റ്റ് നടപടികൾ ആരംഭിച്ചുകൊണ്ട് ബാക്കി നടപടികളിലേക്ക് കൂടി ആശുപത്രി അധികൃതർ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, അമ്മയുടെ പേരിൽ ശിശു സംരക്ഷണ നിയമപ്രകാരവും ഒപ്പം തന്നെ വധശ്രമത്തിനുമാണ് നേരത്തെ കേസ് എടുത്തിരുന്നത്. ഇപ്പോൾ വധശ്രമം മാറ്റി കൊലപാതക കുറ്റം ചുമത്താൻ പോലീസ് ഒരുങ്ങുന്നു എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അച്ഛൻ ഏതെങ്കിലും രീതിയിൽ പങ്കുവഹിച്ചു എന്നുള്ളത്, ഈ കുട്ടിയെ ക്രൂരമർദ്ദനത്തിനിരയാക്കുമ്പോൾ അച്ഛൻ ഏതെങ്കിലും രീതിയിലുള്ള പങ്കുവഹിച്ചു എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാകും അച്ഛനെതിരെയുള്ള കേസും എടുക്കുക, അറസ്റ്റും രേഖപ്പെടുത്തുക. ഏതായാലും അമ്മയെ ഇപ്പോൾ റിമാൻഡിലാണ്
ചികിത്സയിലാണ് കഴിയുന്നത്. നമുക്കറിയാം ഇന്നലെ രാത്രിയാണ് അമ്മയെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. നാളെയാണ് പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുക. ഏതായാലും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന പക്ഷം തന്നെ കൂടുതൽ അന്വേഷണം ഊർജിതമാക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് 2 ദിവസമായി മരണത്തോട് മല്ലടിക്കുകയായിരുന്നു കുട്ടി. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് തന്നെ. അന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നത് അതീവ ഗുരുതരാവസ്ഥയിലാണ് കുട്ടി ഉള്ളതെന്നുള്ള കാര്യമാണ്. അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന് അന്ന് തന്നെ ഡോക്ടർമാർ പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. എന്നാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടാത്തത് തന്നെയാണ് പിന്നീട് വലിയ പ്രതിസന്ധിയായി മാറിയതും. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മെഡിക്കൽ സംഘം, അതായത് നമുക്കറിയാം ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ സംഘം രൂപീകരിച്ചിരുന്നു. മെഡിക്കൽ സംഘം ഇവിടെ എത്തി കുട്ടിയെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ മെഡിക്കൽ സംഘം വ്യക്തമാക്കിയത് കുട്ടി ഇനി തിരിച്ചുവരവിന് ഒരു സാധ്യത ഇല്ല എന്നുള്ള കാര്യമാണ്. അത്ഭുതത്തിന് ഒരു സാധ്യതയും ഇല്ല എന്നാണ് ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കുട്ടിയുടെ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ളത് പോലീസ് നടപടികളാണ്. അമ്മയ്ക്ക് മേൽ ചുമത്തിയ കുറ്റങ്ങൾ ഇനി വധശ്രമമുള്ളത് വകുപ്പുകൾ മാറ്റേണ്ടി വരും. അതിൻ്റെ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്കതിലേക്ക് വരാം.